ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്, ഡൂവും ഡസും യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം എന്നാണല്ലേ. എന്നാൽ നമ്മൾ ഹാവും ഹാസും യൂസ് ചെയ്തുകൊണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതേക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം ഈ ഹാവും ഹാസും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവ് ഹാസ് യൂസ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടിയും ഇത് പറയുന്ന സമയത്താണ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഡിഡും ഇതേ കാറ്റഗറിയിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം ഹാവും ഹാസും യൂസ് ചെയ്യുന്നത് നമുക്കറിയാലോ, സബ്ജക്റ്റിനനുസരിച്ച് ഹാവും ഹാസും മാറും. ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നീ അവളെ കണ്ടിട്ടുണ്ടോ, നീ അവളെ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഓൺ ദി സ്പോട്ടിൽ ഒരാളോട് ചോദിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഹാവ് ഓർ ഹാസ് യൂസ് ചെയ്യേണ്ടത്. നീ അവളെ കണ്ടിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഹാവ് യു സീൻ ഹർ, ഹാവ് യു സീൻ ഹർ, നീ അവളെ കണ്ടിട്ടുണ്ടോ. ഇനി ഇതേ സെൻറ്റൻസ് തന്നെ നമുക്ക് ഡിഡ് യൂസ് ചെയ്തുകൊണ്ടും ചോദിക്കാൻ പറ്റൂട്ടോ. ഇപ്പം നീ അവളെ ഇന്നലെ കണ്ടോ, നീ അവളെ ഇന്നലെ കണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഡിഡ് യൂസ് ചെയ്യണം. ഇതാണ് ഡിഡും ഹാവും തമ്മിലുള്ള വ്യത്യാസം. അതായത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളവിടെ ഡിഡ് യൂസ് ചെയ്യുക. അതെല്ലാം നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ഒരാളെ നേരിട്ട് കണ്ട് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഹാവ് ഓർ ഹാസ് യൂസ് ചെയ്യാം. ഇത് ഡിഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചോദിക്കും? ഇന്നലെ നീ അവളെ കണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് യു സീ ഹർ യെസ്റ്റർഡേ, ഇന്നലെ നീ അവളെ കണ്ടോ. ഇനി അവൾ ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ടോ, അവൾ ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് അവളാണ്, വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ എങ്ങനെ ചോദിക്കും? ഹാസ് ഷീ റെഡ് ഇംഗ്ലീഷ്, ഹാസ് ഷീ റെഡ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ടോ. പിന്നെ ഹാവ് ഹാസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വേർബ് V3 ഫോമിലായിരിക്കണം. റീഡിൻ്റെ V3 എന്ന് പറയുന്നത് റെഡ് എന്ന് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ്, അവർ നിന്നെ ക്ഷണിച്ചിട്ടുണ്ടോ, അവർ നിന്നെ ക്ഷണിച്ചിട്ടുണ്ടോ. ഇവിടെ അവർ എന്നുള്ള സബ്ജക്റ്റാണ്. സോ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹാവ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അവർ നിന്നെ ക്ഷണിച്ചിട്ടുണ്ടോ. ഹാവ് ദേ ഇൻവൈറ്റഡ് യു, ഹാവ് ദേ ഇൻവൈറ്റഡ് യു, അവർ നിന്നെ ക്ഷണിച്ചിട്ടുണ്ടോ. ക്ലിയർ. നെക്സ്റ്റ്, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലേ. അത് നീ വാങ്ങിച്ചിട്ടുണ്ടോ, അത് നീ വാങ്ങിച്ചിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? അത് നീ വാങ്ങിച്ചിട്ടുണ്ടോ എന്നാണ് സബ്ജക്റ്റ്. എന്താണ്? നീ എന്നാണ്, യു ആണല്ലേ. അപ്പം ഹാവ് യു ബോട്ട് ഇറ്റ്, ഹാവ് യു ബോട്ട് ഇറ്റ്, ബൈൻ്റെ V3 ആണ് ബോട്ട് എന്ന് പറയുന്നത്. സോ ഹാവ് യു ബോട്ട് ഇറ്റ്, അത് നീ വാങ്ങിച്ചിട്ടുണ്ടോ. നെക്സ്റ്റ്, അവൻ ഇപ്പോൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടോ, അവൻ ഇപ്പോൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടോ അല്ലേ. ഓൺ ദി സ്പോട്ടിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എങ്ങനെ പറയും? ഇവിടെ സബ്ജക്റ്റ് അവൻ എന്നാണ്. അപ്പം ഹാസ് ഹീ ക്ലീൻഡ് ദ ഹൗസ് നൗ, ഹാസ് ഹീ ക്ലീൻഡ് ദ ഹൗസ് നൗ, അവൻ ഇപ്പോൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടോ. നെക്സ്റ്റ്, അത് എടുത്തിട്ടുണ്ടോ, അത് എന്ന് പറയുന്ന ഒരു വസ്തു അല്ലേ, അത് എടുത്തിട്ടുണ്ടോ. ഇവിടെയും നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹാസ് ആണ് അല്ലേ. അത് എന്ന് പറയുമ്പം ഇറ്റ് ആണ്. അപ്പം ഇറ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതും ഹാസ് എന്ന ഓക്സിലറി ആണ്. സോ ഹാസ് ഇറ്റ് ബീൻ ടേക്കൺ, ഹാസ് ഇറ്റ് ബീൻ ടേക്കൺ, അത് എടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് ഡിഡ് എങ്ങനെയെല്ലാം യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാവും ഹാസും യൂസ് ചെയ്യുന്നതും ഡിഡ് യൂസ് ചെയ്യുന്നതും ഒരേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മുമ്പേ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്യും. അതെല്ലാം ഓൺ ദി സ്പോട്ടിലാണെങ്കിൽ നമ്മളവിടെ ഹാവോ ഹാസോ യൂസ് ചെയ്യും. ഇപ്പം നമ്മളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ഇന്നലെ നീ വീഡിയോ കണ്ടോ, ഇന്നലെ നീ വീഡിയോ കണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് ഡിഡ് എന്നാണ് അല്ലേ. ഡിഡ് യു വാച്ച് ദ വീഡിയോ യെസ്റ്റർഡേ, ഡിഡ് യു വാച്ച് ദ വീഡിയോ യെസ്റ്റർഡേ, ഇന്നലെ നീ വീഡിയോ കണ്ടോ. ഇനി ഇന്നലെ നീ അവളെ കണ്ടോ എന്നാണെങ്കിലോ, ഇന്നലെ നീ അവളെ കണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് യു സീ ഹർ യെസ്റ്റർഡേ, ഡിഡ് യു സീ ഹർ യെസ്റ്റർഡേ, ഇന്നലെ നീ അവളെ കണ്ടോ. ഇനി ഇന്നലെ എന്നൊന്നുമില്ല, അവൾ വന്നോ, അവൾ വന്നോ എന്ന് ചോദിക്കുമ്പോഴും നമ്മളവിടെ ഡിഡാണ് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെ പറയും? ഡിഡ് ഷീ കം, ഡിഡ് ഷീ കം, അവൾ വന്നോ. ഇനി അവൻ ഉറങ്ങിയോ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് ഹി സ്ലീപ്പ്, ഡിഡ് ഹി സ്ലീപ്പ്, അവൻ ഉറങ്ങിയോ.
അപ്പോൾ ഇതുപോലെ നമുക്ക് ഹാവും ഹാസും ഡിഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഡെയിലി ലൈഫിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഡിഡ്, ഹാവ്, ഹാസ് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ്. നമ്മൾ ഡിഡ് യൂസ് ചെയ്യുമ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഹാവും ഹാസും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെർബ് V3 ഫോമിലാണെങ്കിൽ ഡിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെർബ് എന്തായിരിക്കണം? V1 ഫോമിലായിരിക്കണം, അതായത് ബേസ് ഫോമിലായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പം ഹാവും ഹാസും യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ തന്നെ ഡിഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്നും കൂടി നമ്മൾ പഠിച്ചു അല്ലേ. വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് അറിയിക്കുക. അതോടൊപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.